ജമീമയുടെ യേശുവിന് ക്രിക്കറ്റ് കളി അറിയാമോ? പലരും ബൈബിൾ പ്രഘോഷകരുടെ നേരെ തെല്ല് പുച്ഛരസത്തിൽ ചോദ്യം ഉന്നയിക്കുന്ന നാളുകളാണ് ഇവ. പക്ഷേ യേശുവും ക്രിക്കറ്റുമല്ല ഇവിടുത്തെ കാര്യം. മഹത്തായ ഒരു വിഷയത്തെ അങ്ങനെ വക്രീകരിക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. ശുദ്ധ ജല തടാകത്തെ പോലും മലിനജലമാക്കി ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന പ്രൊഫസറന്മാർ നമ്മുടെ സമൂഹത്തിൽ എക്കാലത്തും ഏറെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ ഹീനശ്രമങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ അവർ ഉന്നയിച്ച പ്രസക്തമായ ചില ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാം. യേശു ക്രിക്കറ്റ് കളിക്കുമെന്നോ യേശുവാണ് ലോകകപ്പ് സെമിയിൽ കളി ജയിപ്പിച്ചതെന്നോ ഒരു ചാമ്പ്യൻ ടീമിനെ പരാജയപ്പെടുത്താൻ യേശു സഹായിച്ചു എന്നോ ഒന്നും ജമീമ പറഞ്ഞില്ല. എന്നാൽ അത്ര സ്റ്റാമിന ഒന്നും ഇല്ലാത്ത, താരതമ്യേന ബലഹീനയായ തൻ്റെ ബലഹീനതയുടെ നിമിഷങ്ങളിൽ രക്ഷകനായ യേശു തുണ നിന്നതിന് അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു എന്നത് ശരിയാണ്. അതും കടിച്ചു കീറാൻ നിൽക്കുന്ന വ്യാഘ്രങ്ങളുടെ മുൻപിൽ താനൊരു മുയൽക്കുഞ്ഞ് മാത്രമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ. മരണനിഴൽ താഴ്വരയിലും ചൈതന്യം നൽകുന്ന ജീവനുള്ള ദൈവത്തെയാണല്ലോ അവൾ ആശ്രയിച്ചിരുന്നത്. ആ ദൈവം ആവശ്യഘട്ടത്തിൽ തുണയ്ക്കാതിരിക്കുമോ? കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. ആരാണ് ജമീമ? സത്യത്തിൽ എന്താണ് അവൾ ചെയ്തത്? ചെയ്തതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ? വളരെ വേഗം നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാൻ ശ്രമിക്കാം. സാധാരണക്കാരിയായ ഒരു ചെറിയ പെൺകുട്ടി മാത്രമായിരുന്നു അവൾ ചില ദിവസങ്ങൾക്ക് മുൻപ് വരെ. പക്ഷേ ഇന്നവൾ ചരിത്രമാണ്, ജ്വലിക്കുന്ന ഒരു കായിക ചരിത്രം. ദശലക്ഷങ്ങളുടെ അകാരണമായ വെറുപ്പേറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടി, ഒരു നാടിൻ്റെ മുഴുവൻ രക്ഷകയായ കഥയാണ് ജമീമയുടെ ജീവിതം. സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. ബാറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗിറ്റാറിനോട് ഏറെ പ്രിയമുള്ള ഒരു പെൺകുട്ടി. ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ പാട്ട് പാടുന്നതിലാണ് അവളുടെ സന്തോഷം. അതവൾക്ക് മറ്റൊരു ലോകമാണ്. സമ്മർദ്ദം അതിജീവിക്കുന്നത് പോലും സംഗീതത്തിലൂടെയാണ് എന്ന് ജമീമ പറയാറുണ്ട്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ലോക ക്രിക്കറ്റിൻ്റെ കൊടുമുടിയിലേക്ക് നയിച്ച് അപ്പോൾ തന്നെ തെല്ലും ചാഞ്ചല്യമില്ലാതെ തൻ്റെ രക്ഷകനെ പരസ്യമായി പ്രഘോഷിച്ച് കോടാനുകോടി ക്രൈസ്തവർക്ക് മാതൃകയാവുകയും ചെയ്ത ജമീമ റോഡ്രിഗ്സ് എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അസാധ്യങ്ങളെ നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി സാധ്യമാക്കി തീർത്ത ഒരു മഹാവനിത എന്ന നിലയിലായിരിക്കും രാജ്യസ്നേഹിയായ ഏതൊരു ഭാരതീയനും അവരെ ഇനി ദീർഘകാലം ഓർമ്മിക്കുക. ഇക്കഴിഞ്ഞ വനിതാ ക്രിക്കറ്റ് ഏകദിന ലോകകപ്പിൻ്റെ സെമി ഫൈനൽസിൽ മുടിചൂടാ മന്നന്മാരും നിരന്തര ജേതാക്കളുമായ ഓസ്ട്രേലിയ ഭാരതത്തിനെതിരെ പടുത്തുയർത്തിയ 339 റൺസ് എന്ന പടുകൂറ്റൻ റൺ മലയെ മറികടക്കുവാൻ ഭാരതത്തെ സഹായിച്ച ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു അവർ. 16 തുടർ മത്സരങ്ങളിലെ അപരാജിതരുടെ റെക്കോർഡുമായിട്ടാണ് ഓസ്ട്രേലിയ വന്നത്. 7 തവണ ലോകകപ്പ് ഉയർത്തുകയും ചെയ്തവരാണ് അവർ. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ സ്കോർ ബോർഡിൽ 339 എന്ന് എഴുതി ചേർത്തിട്ടാണ് ദാവീദിൻ്റെ മുൻപിൽ ഗോലിയാത്തിനെ പോലെ വെല്ലുവിളി ഉയർത്തിയത്. എല്ലാ ഭാരതീയരും ഒരു വമ്പൻ പരാജയം മണത്തു. കളി തോറ്റു എന്ന് തന്നെ കരുതി നിരാശപ്പെട്ട അനേകരും TV ഓഫ് ചെയ്തു. പക്ഷേ യുദ്ധം വിട്ടുകൊടുക്കാൻ ജമീമ തയ്യാറായില്ല. സ്നേഹിതരെ കൂട്ടുപിടിച്ച് അവൾ പോരാട്ടം തുടർന്നു. അത്രയ്ക്ക് സ്റ്റാമിന ഒന്നുമുള്ള കുട്ടിയല്ല ജമീമ. കളിയുടെ ഇടയ്ക്ക് അവൾ വല്ലാതെ പരീക്ഷണയായി. പക്ഷേ താൻ വീണാൽ യുദ്ധം പരാജയപ്പെട്ടാലോ? അവൾ ആശങ്കപ്പെട്ടു. ഇന്ന് തൻ്റെ ചുമലിലാണ് ദൗത്യഭാരം എന്ന് ജമീമ തിരിച്ചറിഞ്ഞു. ആ ഘട്ടത്തിൽ അവളുടെ മനസ്സിലേക്ക് ഒരു ബൈബിൾ വാക്യം ഒരു മിന്നായം പോലെ കടന്നു വന്നു. പുറപ്പാട് 14:14. അവൾ അത് മെല്ലെ ഉദ്ധരിച്ചു, സ്വയം ബലപ്പെടുത്തി. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന ആശ്വാസ വചനമായിരുന്നു അത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചനം നേടി രക്ഷപ്പെട്ടോടുന്ന ഇസ്രായേൽ പിന്നാലെ പാഞ്ഞു വന്ന ഫറവോ ചക്രവർത്തിയെയും ഭടന്മാരെയും കണ്ട് ഭയപ്പെട്ടപ്പോൾ മോശ ജനത്തോട് പറഞ്ഞ വാക്കുകളായിരുന്നു അവ. ആ വാക്യം ആ നിമിഷത്തിൽ ജമീമയ്ക്ക് ഇരുളിൽ ഒരു തിരുനാളമായി. പിന്നെ സംഭവിച്ചത് ചരിത്രം. അവൾ ധൈര്യം സംഭരിച്ചു. 134 പന്തിൽ നിന്ന് 127 റൺസ് നേടി ജമീമ ഭാരതത്തെ വിജയ തീരം എത്തിച്ചു. അതൊരു മടങ്ങി വരവായിരുന്നു. ഫൈനലിൽ 24 റൺസ് മാത്രമേ ജമീമയ്ക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ 3 മത്സരങ്ങൾ തുടർച്ചയായി തോറ്റ് ഏറെക്കുറെ മത്സരത്തിൽ നിന്ന് പുറത്തായി എന്ന്
വിധി എഴുതപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിന് അവിടെ നിന്നും തിരിച്ചു വരുവാൻ പ്രതീക്ഷയുടെ നങ്കൂരമായത് ജമീമയായിരുന്നു എന്നോർക്കുക. ആ ഒറ്റ കാരണം മതി അവൾ ഇനി ചിരകാലം ഇന്ത്യയിലെ കായിക പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ. അവസാനത്തെ റൺ നേടും വരെ ജമീമ ഒരു മഞ്ഞുമല പോലെ തണുത്തുറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ വിജയത്തിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ ജമീമയുടെ ഉള്ളിലെ കനൽ ആളിക്കത്തി. അതുവരെ കെട്ടി നിർത്തിയതെല്ലാം അണപൊട്ടി ഒഴുകി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുറേ കാലത്തെ കണ്ണുനീരെല്ലാം നിറകൺ തേങ്ങലായി ചാലിട്ടൊഴുകി. അവളുടെ പിതാവിൻ്റെ അടുത്തേക്ക് അവൾ ഓടിയെടുത്തു. എന്നിട്ടൊരു ചെറിയ മകളായി അദ്ദേഹത്തിൻ്റെ മാറോട് ചേർന്ന് നിന്നു. പരിഭവങ്ങളെല്ലാം അവളുടെ കണ്ണുനീരിലൂടെ പുറത്തേക്ക് പോയി. മത്സരാനന്തരം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവൾ തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം പരസ്യമായി വെളിപ്പെടുത്തി. ക്യാമറയുടെ മുൻപിൽ സംസാരിക്കുമ്പോഴൊക്കെ അവൾക്ക് കരച്ചിലടക്കുവാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ രക്ഷകനും ജീവിതത്തിൻ്റെ നായകനുമായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജമീമ സംസാരം തുടങ്ങിയത് തന്നെ. 140 കോടി ജനതയുടെ മുൻപിലാണ് ഒരു മടിയും കൂടാതെ എന്തും സംഭവിച്ചേക്കാം എന്ന ആശങ്കയൊന്നുമില്ലാതെ ജമീമ തൻ്റെ സാക്ഷ്യം തുറന്ന് പറഞ്ഞത്. അനേകായിരങ്ങളെ സാക്ഷി നിർത്തി നവി മുംബൈയിലെ DV പാട്ടേൽ സ്റ്റേഡിയത്തിൽ ജമീമ തൻ്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ആർത്തു വിളിച്ചു. അവളോടൊപ്പം അനേകർ കരഞ്ഞു. അത് പക്ഷേ സന്തോഷത്തിൻ്റെ അശ്രുക്കൾ ആയിരുന്നു. മംഗലാപുരത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ജമീമയുടെ കുടുംബം മതചടങ്ങുകളിൽ ജീവിതം തളച്ചിടപ്പെട്ടവരായിരുന്നു. മുംബൈയിലെ ഭാണ്ഡൂപ്പിലേക്ക് പറിച്ചു നടപ്പെട്ടതിന് ശേഷമാണ് പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷകനായി അവൾ തിരിച്ചറിഞ്ഞത്. ജമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗ്സ് മുംബൈയിലെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിലെ ക്രിക്കറ്റ് കോച്ചായിരുന്നു. അതോടൊപ്പം അദ്ദേഹം സമൂഹത്തിലെ നിർധനരായ നിരവധി കുട്ടികളെ സൗജന്യമായി കളി പഠിപ്പിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു പാസ്റ്റർ കൂടിയായിരുന്നു ഇവാൻ. മക്കൾ എന്ത് ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചിരുന്നു. കളിക്കുന്നതിനും പഠിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും തുടങ്ങി എന്ത് ചെയ്യുന്നതിന് മുൻപ് തെല്ലുനേരം യേശുവിന് നന്ദി പറയുന്നത് ബാല്യത്തിൽ തന്നെ ആർജിച്ച ഒരു ഗുണമായി ജമീമ പറയുന്നുണ്ട്. ഇത്തവണ ലോകകപ്പിന് വരുന്നതിന് മുൻപും ജമീമ പ്രാർത്ഥിച്ച് അയക്കപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തിനു വേണ്ടിയും പിന്നീട് രാജ്യത്തിനു വേണ്ടിയുമൊക്കെ ജമീമ കളിച്ചു തുടങ്ങിയപ്പോൾ മുംബൈയിലെ പ്രസിദ്ധമായ ഖാർ ജിംഖാനയിൽ അവൾക്ക് സ്വാഗതം അരുളപ്പെട്ടു. എന്നാൽ പിന്നീട് അവളുടെ പിതാവ് ന്യായമായ നിയമാവലികളുടെ പിൻബലത്തോടെ ജിംഖാനയിലെ ഓഡിറ്റോറിയത്തിൽ ചില സമ്മേളനങ്ങൾ ക്രമീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പാസ്റ്ററായിപ്പോയി എന്ന കുറ്റത്താൽ ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ നടത്തിയ ചരടുവലികളുടെ ഒടുവിൽ ജമീമ അവിടെ നിന്നും നിഷ്കരുണം എടുത്ത് എറിയപ്പെട്ടു. അവരുടെ ഓണററി അംഗത്വം റദ്ദാക്കി. അത് അവളുടെ കരിയറിനെ വല്ലാതെ ബാധിച്ചു. പിതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് മകളെ കുറ്റക്കാരിയാക്കിയ ഒരു ഹീനകൃത്യത്തിന് രാജ്യം 2024 ഒക്ടോബറിലാണ് സാക്ഷ്യം വഹിച്ചത്. ജമീമ തൻ്റെ ക്രിക്കറ്റ് ബാറ്റിലൂടെ മധുര പ്രതികാരം ചെയ്യുന്നതിന് കൃത്യം 1 വർഷം മുൻപ്. മതപരിവർത്തനമാണ് ഇവാൻ റോഡ്രിഗ്സിനെതിരെ ഉന്നയിക്കപ്പെട്ട കുറ്റാരോപണം. എന്നാൽ ആ സമ്മേളനങ്ങൾ കേവലം പ്രാർത്ഥനാ യോഗങ്ങൾ മാത്രമായിരുന്നു, അല്ലാതെ മതപരിവർത്തന വേദികളായിരുന്നില്ല. ക്ലബിൻ്റെ പ്രസിഡന്റ് വിവേക് ദേവ്നാനി പിന്നീട് ആ ആരോപണം നിഷേധിച്ചു എന്നാണ് അറിയുന്നത്. ഇന്ത്യൻ ടീമിൽ നിന്ന് പോലും കുറേ കാലത്തേക്ക് ജമീമ പടിയിറക്കപ്പെട്ടു. മതപരിവർത്തനക്കാരി എന്ന് ജമീമയ്ക്ക് മുദ്ര ചാർത്തുവാൻ പലരും അന്ന് ശ്രമിക്കുകയുണ്ടായി. സംഘടിതമായ ആക്രമണം എല്ലാ കോണിൽ നിന്നുമുണ്ടായി. നാണക്കേടിൻ്റെ പെരുമഴയിൽ നനഞ്ഞു കുളിച്ച ഒരു കാലം. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരു നിരപരാധി കുരിശിക്കപ്പെട്ടപ്പോൾ വല്ലാത്ത മാനസിക സംഘർഷത്തിൽ, സമ്മർദ്ദത്തിൽ കൂടെയാണ് താൻ കടന്നുപോയത് എന്ന വസ്തുത ജമീമ മറച്ചു പിടിക്കുന്നില്ല. തൻ്റെ ക്രിസ്താഭിമുഖ്യം ഇനിയും വെളിപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ നിന്ന് എന്നേക്കുമായിട്ട് നിഷ്കാസിതയായേക്കാം എന്ന് മറ്റാരേക്കാളും നന്നായി ജമീമയ്ക്ക് അറിയാമായിരുന്നു. എങ്കിലും 140 കോടി ഭാരതീയരുടെ മുൻപാകെ തൻ്റെ വിശ്വാസത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവ വെളിപ്പെടുത്താൻ അവൾ മടിച്ചില്ല. താൻ യേശുവിൻ്റെ ഒരു അനുയായിയാണെന്ന് തുറന്നു പറയാൻ അവൾ വിമുഖത കാട്ടിയില്ല. ജമീമയെ മൈതാനത്തേക്ക് വിളിച്ചിറക്കി ആയിരക്കണക്കിന് കാണികളുടെ സാന്നിധ്യത്തിൽ അവരുടെ മുൻപാകെ അവളെ മാനഭംഗപ്പെടുത്തണമെന്ന് മുറവിളി ഉണ്ടായത് ഓർക്കുമ്പോഴാണ് അവളുടെ സാക്ഷ്യവാചകങ്ങളിലെ ധീരതയും അവളുടെ കണ്ണുനീരിൻ്റെ മൂല്യവും നാം തിരിച്ചറിയുന്നത്. ബൈബിൾ കയ്യിലേന്തുന്നവരെ ആക്രമിക്കുകയും
തടവിലിടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ തന്നെ ജമീമയെ കൊണ്ട് ദൈവം ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിപ്പിച്ചു. മുംബൈയിലെ ഒരു ക്ലബ്ബാണല്ലോ ജമീമയെ പുറത്താക്കിയത്. അതേ മുംബൈയിൽ നിന്ന് യേശുവിനെക്കുറിച്ച് പറയുവാൻ ജമീമയ്ക്ക് ത്രാണിയുണ്ടായി. അതാണ് കാലത്തിൻ്റെ കാവ്യനീതി. ഒരുപക്ഷേ ഖാർ ജിങ്ഖാനയിൽ വന്നിരുന്ന 100-200 പേരോട് എന്തെങ്കിലും പറയാനുള്ള വഴി അടയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരാം. രാഷ്ട്രീയത്തിൻ്റെ പിന്തുണ അതിന് ലഭിച്ചു എന്നും വരാം. എന്നാൽ ഇന്ത്യയിലെ ജനകോടികളുടെ കാതുകളിൽ ക്രിസ്തീയ സാക്ഷ്യം മുഴങ്ങിക്കേട്ട് തടയാൻ ആർക്ക് കഴിഞ്ഞു? സുവിശേഷത്തെ തടയുവാൻ ഇക്കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ ശ്രമിച്ചിട്ടുള്ളവരൊക്കെ ത്യാജകോടിയിൽ തള്ളപ്പെട്ടിട്ടേ ഉള്ളൂ എന്നത് ചരിത്രമാണ് എന്ന് നമുക്കറിയാം. യേശുവാണ് ഓസ്ട്രേലിയയെ തറപറ്റിക്കാൻ സഹായിച്ചതെന്നോ ക്രിസ്തുവാണ് കളി ജയിപ്പിച്ചതെന്നോ ജമീമ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും അങ്ങനെ അവകാശപ്പെട്ടാൽ അത് ബാലിശമാണ്. തന്ത്രപൂർവമായി പറയുന്ന അത്തരം അപഹാസ്യ പ്രസ്താവനകൾ അർത്ഥശൂന്യങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ തൻ്റെ ബലഹീനതയിൽ ക്രിസ്തു ബലം പകർന്നു എന്ന് പറയാൻ അവൾക്ക് തെല്ലും അധൈര്യം ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അവളുടെ അനുഭവമാണ്. താൻ വാളോങ്ങി നിൽക്കുന്ന പടയാളിയുടെ മുൻപിൽ ക്രിസ്തുവിനു വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുത്ത ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്തീയ രക്തസാക്ഷികളുടെ ആ ധൈര്യമാണ് ജമീമയിൽ കണ്ടത്. അതിനെയാണ് നാം ശ്ലാഘിക്കേണ്ടത്. ക്രിക്കറ്റ് എന്നത് ബാറ്റും ബോളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ മാത്രമല്ല, അതിലുപരി മനസ്സുകൾ തമ്മിലുള്ള കളികളാണ്. ആരും ബലഹീനരായി പോകാം. ജമീമയുടെ വിശ്വാസം അവൾക്ക് നൽകിയ ബലം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നുമുള്ള ഒരു തിരിച്ചുവരവ് കൂടെയായിരുന്നു ഇന്ത്യക്ക് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത്. സമൂഹത്തിൽ ഏതെങ്കിലും നിലയിൽ പേരെടുത്തു കഴിഞ്ഞാൽ പിന്നെ താൻ ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് പറയാൻ മടിയുള്ള അനേകർ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അവർക്കെല്ലാം ഒരു വെല്ലുവിളിയാണ് ഈ പെൺകുട്ടി. സുവിശേഷ വിരോധികൾക്ക് സത്യത്തെ അപഹസിക്കുവാനോ ഒതുക്കി നിർത്താനോ ഏറി വന്നാൽ ക്രൂശിക്കുവാനോ സാധിച്ചു എന്ന് വരാം. പക്ഷേ എത്ര കാലം സൂര്യ തേജസ്സിനെ പാഴ്മുറം കൊണ്ട് മൂടിവെക്കാനാവും? ഭാരതത്തിലെ ക്രൈസ്തവർ തീർത്തും രാജ്യസ്നേഹമുള്ള ഭാരതീയർ തന്നെയാണ്. ജന്മനാടിനോട് മാത്രം കൂറുള്ളവരാണ്. അവരെ ഇല്ലായ്മ ചെയ്യാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അപമാനം സഹിച്ചും അവഗണന അനുഭവിച്ചും ശാരീരികവും മാനസികവുമായ പീഡകൾ സഹിച്ചും ചത്ത് വളർന്നു വന്നവരാണ് ഇന്ത്യൻ ക്രിസ്ത്യാനികൾ. കൊന്നു കിരീടം ചൂടുന്നതല്ല ക്രൈസ്തവ പ്രത്യയ ശാസ്ത്രം. നേട്ടങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും അവസരവാദം നടത്തുന്ന നാമധേയ ക്രൈസ്തവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്ന് സമ്മതിക്കുന്നു. സംഘടിത ശക്തി കാണിച്ച് വിലപേശുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ സത്യത്തിനു വേണ്ടി സൗമ്യതയോടെയും സാവധാനതയോടെയും എഴുന്നേറ്റ് നിൽക്കുന്ന യഥാർത്ഥ ക്രൈസ്തവരും ഇന്ന് വളരെയുണ്ട് എന്ന് വിസ്മരിക്കരുത്. അവർ കൊണ്ടാടപ്പെടാറില്ല, അവർ കൊട്ടിഘോഷിക്കപ്പെടാറുമില്ല. എങ്കിലും അവർ യേശു തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നവരാണ്. അതിൻ്റെ മകുട ഉദാഹരണമാണ് ജമീമ റോഡ്രിഗ്സ്. ഏത് സാഹചര്യത്തിലും സുവിശേഷം വിളിച്ചു പറയാതിരിക്കാൻ സഹജീവി സ്നേഹമുള്ള ജമീമയെ പോലെയുള്ള സത്യക്രിസ്ത്യാനികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതവരുടെ ജീവൽ സ്പന്ദനമാണ്. കാരണം ദുഷ്ടനെ രക്ഷിക്കുവാൻ വേണ്ടി ആകാശത്തിന് കീഴിൽ യേശുവല്ലാതെ മറ്റൊരു അവതാരവും ഉണ്ടായിട്ടില്ല എന്ന ബോധ്യം അവർക്കുണ്ട്. തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആന്തരിക സമാധാനം തങ്ങളുടെ സഹജീവികളും അറിയണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. താൽക്കാലികമായ നിരാശയുണ്ടാവാം, പക്ഷേ മറക്കേണ്ട, ഒരിക്കൽ കൂകി വിളിച്ചവരും കല്ലെറിഞ്ഞവരും അവർ തന്നെ പൂമാലകളുമായി പിന്നീട് സ്വീകരിക്കാൻ വന്നേക്കാം. അവളെ ക്രിക്കറ്റ് മൈതാനത്തിൽ അടുപ്പിക്കരുത്, അവൾ ഈ രാജ്യത്തിൻ്റെ ശത്രുവാണ് എന്നൊരിക്കൽ ആർത്തു വിളിച്ച് പരിഹസിച്ചവർ ജമീമയ്ക്ക് വേണ്ടി ചുവന്ന കമ്പളം വിരിച്ചു കൊടുത്തില്ലേ? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന ക്രിസ്തുവചനം നമ്മുടെ കണ്ണിന് മുൻപിൽ ഒരിക്കൽ കൂടെ അന്വർത്ഥമായി തീരുകയാണ്. ആരൊക്കെ എതിർത്താലും തള്ളിക്കളഞ്ഞാലും യേശു കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ജമീമ നമുക്ക് നൽകുന്നത്. ദൈവാശ്രയമെന്ന പങ്കായം ഉപയോഗിച്ച് സങ്കടക്കടൽ താണ്ടാനാവും എന്ന പാഠമാണ് ജമീമ നമുക്ക് നൽകുന്നത്. ഇനി 1000 ജമീമമാർ നമ്മുടെ മധ്യത്തിൽ ഉയർന്നു വരട്ടെ. തങ്ങളുടെ മണ്ഡലങ്ങളിൽ യേശുവിനെ വെളിപ്പെടുത്താൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ആവും വിധം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന, അങ്ങനെ
രാജ്യസ്നേഹം വെളിപ്പെടുത്തുന്ന ജമീമമാർ, സ്നേഹിത, ഇത് താങ്കൾക്കും കൂടെയുള്ളൊരു സന്ദേശമാണ്. യു ട്രൈ ജീസസ്, ഹി ഈസ് ദ ആൻസർ ഫോർ ഓൾ യുവർ പ്രോബ്ലംസ്.